ഓം ശ്രീ സായിറാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം, ഭാഗം 12, ശ്ലോകം 16-17. അഗ്രേ വന്നി പൃഷ്ടേ ഭാനു രാത്രോ ചുബുഗ സമർപ്പിതജാനുഃ കരതലഭിക്ഷ തരുതലവാസഃ തദഭിരമുഞ്ചത്യാശാപാശഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അഗ്രേ വന്നി, മുന്നിൽ തീയ്, പൃഷ്ഠേ ഭാനു, പുറകിൽ സൂര്യൻ, രാത്രൗ, രാത്രിയിൽ, ചുബുക സമർപ്പിതു ജാനി, തടി കാൽമുട്ടിൽ വെച്ചിരിക്കുന്നു, കരതല ഭിക്ഷ, കരതലങ്ങളിൽ കൈക്കുമ്പിളിൽ ഭിക്ഷ, തരുതല വാസ, വൃക്ഷമൂലെ വസിക്കുന്നു. മുന്നിൽ തീ, പുറകിൽ സൂര്യൻ, രാത്രിയിൽ താടി കൈമുട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, കൈക്കുമ്പിളിൽ ഭിക്ഷ സ്വീകരിക്കുന്നു, വസിക്കുന്നത് മരച്ചുവട്ടിലാണ്. എന്നിട്ടും എല്ലാം ത്യജിച്ച ഒരാൾ പോലും ആശാപാശത്തിൽ നിന്നും മുക്തനാകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ജീവിതത്തിലെ അത്യാവശ്യ സുഖ സൗകര്യങ്ങൾ പോലും വെടിഞ്ഞ ഒരാളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തണുപ്പകറ്റാൻ പുറംതിരിഞ്ഞിരുന്ന് തീ കായുകയോ സൂര്യപ്രകാശത്തിലിരിക്കുകയോ ഇത് രണ്ടുമില്ലാത്തപ്പോൾ സ്വന്തം കാൽമുട്ടുകളിൽ താടി ചേർത്ത് വെച്ച് ഇരിക്കുകയോ ചെയ്യുന്നു. ഭക്ഷണം പാകം ചെയ്യുവാനുള്ള യാതൊരു സംവിധാനവുമില്ല. ഭിക്ഷ വാങ്ങാൻ ഒരു പാത്രം പോലും ഇല്ലാത്തതിനാൽ കൈക്കുമ്പിളിലാണ് ഭിക്ഷ വാങ്ങുന്നത്. സ്വന്തമായി ഒരു കൊച്ചു വീട് പോലും ഇല്ലാത്തതിനാൽ മരച്ചുവട്ടിലാണ് ഉറങ്ങുന്നത്. ഇയാൾ സർവസംഗ പരിത്യാഗിയായ സന്യാസിയാണെന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം. പക്ഷേ ആശാപാശത്തിൽ നിന്നും അയാൾ മുക്തനല്ല എന്നതാണ് സത്യാവസ്ഥ. കപട സന്യാസിമാരെ തുറന്നു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലോകത്തിലെ വിഷയവസ്തുക്കൾ ത്യജിച്ചാലും ആഗ്രഹങ്ങൾ ത്യജിച്ചില്ലെങ്കിൽ അത് സന്യാസമല്ല. യഥാർത്ഥ ത്യാഗം ഈ തൃഷ്ണാത്യാഗമാണ്. നശ്വരമായ ബാഹ്യവസ്തുക്കളിൽ സാധകർക്ക് ആസക്തി ഉണ്ടാകരുത് എന്ന ആത്മബോധം ഉണ്ടാകണമെന്നാണ് ആചാര്യസ്വാമികൾ വ്യക്തമായി ഉപദേശിക്കുന്നത്. മനഃശുദ്ധിയില്ലാത്ത തപസ് പ്രയോജനം ചെയ്യില്ലെന്ന് രാക്ഷസന്മാരുടെ തപസ്സിൻ്റെ ഫലങ്ങൾ പുരാണങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മനോവികാരങ്ങളെ നിരോധിക്കുകയല്ല, മറിച്ച് പവിത്രീകരിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ നിയന്ത്രണം വഴി ലഭിച്ച ആത്മവീര്യത്തെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാക്കി തീർക്കണം. അതാണ് തപസ്സിൻ്റെ ലക്ഷ്യം. ശ്ലോകം 17. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കുരുതേ, ചെയ്യുന്നു, ഗംഗാസാഗര ഗമനം, ഗംഗയും സാഗരവും കൂടിച്ചേരുന്നിടത്ത്, വ്രതപരിപാലനം, വ്രതങ്ങളെല്ലാം ആചരിക്കുന്നു, ജ്ഞാനവിഹീന, ജീവബ്രഹ്മ ഐക്യജ്ഞാനം ലഭിക്കാത്ത ആൾ, സർവമതേന, ഏതു മതപ്രകാരവും, ജന്മശതേ, 100 ജന്മം കൊണ്ടുപോലും, മുക്തിം ഭജതി ന, മുക്തി നേടുന്നില്ല. അവിവേകികളായ സന്യാസിമാരുടെ ബുദ്ധിശൂന്യതയെ വിമർശിച്ച് ഹസ്താമലകൻ്റെ ശ്ലോകത്തിന് ശേഷം ഈ ശ്ലോകത്തിൽ ഗൃഹസ്ഥാശ്രമികൾ എന്തു ചെയ്യുന്നു എന്ന് വിശദമാക്കുന്നു. 16-ാമത്തെ ശ്ലോകം ഹസ്താമലകൻ എഴുതിയതാണ്. ഗംഗാ സമുദ്ര സംഗമ സ്ഥാനത്തേക്ക് തീർത്ഥയാത്ര പോകുന്നതോ പലതരത്തിൽ നിഷ്ഠയോടെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതോ ദാനധർമ്മങ്ങളോ ചെയ്യുന്നതോ ലക്ഷ്യം അല്ല. ലക്ഷ്യത്തിലേക്ക് സാധകനെ നയിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ് അവയെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അത് മതപ്രകാരവും
ഏത് മതപ്രകാരവും അത് സാധന മാത്രമേ ആകുന്നുള്ളൂ. ഈ മാതിരി പ്രവൃത്തികൾ ജീവബ്രഹ്മ ഐക്യജ്ഞാനം ലഭിക്കാതെ ചെയ്യുന്ന സാധകന് 100 ജന്മങ്ങൾ കൊണ്ടുപോലും മുക്തി അഥവാ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതല്ല. തീർത്ഥയാത്രകളിലൂടെ സാധകന് പലതും നേരിൽ കണ്ട് പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഇന്ദ്രിയങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനുള്ള ഇച്ഛാശക്തിയും ഇതര ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ഈശ്വരനിൽ മനസ്സ് ഉറച്ചു നിർത്തുവാനുള്ള പരിശീലനവും ലഭിക്കുന്നു. അത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗത്തെ സുഗമമാക്കുന്നതിന് നല്ല സാധനയാണ്. ദാനത്തിലൂടെയും പരോപകാരത്തിലൂടെയും എല്ലാവരിലും ഈശ്വരനുണ്ടെന്ന് അറിയുവാനും അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനകളെല്ലാം തന്നെ ആത്മജ്ഞാനാനുഭൂതിയിലേക്ക് നയിക്കുന്ന ധ്യാനത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് എന്ന് അറിയുക. ആത്മജ്ഞാനം നേടാതെ ഈ വിധത്തിലുള്ള സാധനകൾ കൊണ്ട് മാത്രം 100 ജന്മങ്ങൾ കൊണ്ട് പോലും മുക്തി ലഭിക്കുകയില്ല. ദുസ്വപ്നത്തിലെ ദുഃഖം മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഉണരുക. അല്പനാണ് താൻ എന്ന് കരുതി സംസാര സ്വപ്നത്തിൽ കുടുങ്ങി ദുഃഖിക്കുന്ന ഹേ ജീവാത്മാവേ, ഉണരൂ. അനന്ത മഹിമാവർണ്ണ സ്വസ്വരൂപത്തിലേക്ക് ഉണരൂ. ആ പരമാവസ്ഥയിലേക്ക് ഉണർന്നാൽ ഈ നശ്വരമായ ജന്മത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. നീ ജീവനല്ല, നീ ശിവനാണ്. തത്വം അസി. സുബോധാചാര്യനാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടുകും കരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം സായിരാം.